ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് സംസാരിക്കുന്നത് വീട്ടമ്മമാരിലെ വിഷാദത്തെ പറ്റിയാണ്. വിഷാദം വീട്ടമ്മമാരിൽ മാത്രമല്ല വരുന്നത്, സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ആളുകളുമായിട്ട് അധികം ബന്ധമില്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ കടന്നു പോകുന്ന എല്ലാവർക്കും വിഷാദമുണ്ടാകാം. ബട്ട് ഇന്ന് സംസാരിക്കുന്നത് വീട്ടമ്മമാരിലെ വിഷാദത്തെ പറ്റിയാണ്. നിങ്ങളൊരു മുൻവിധിയോടുകൂടി ഈ വീഡിയോയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒരിക്കലും ഇത് ഗൃഹനാഥന്മാരെ ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ല. അതേപോലെ തന്നെ വീട്ടുകാര്യങ്ങൾ ഭംഗിയായി നോക്കുകയും വെളിയിൽ പോയി ജോലി ചെയ്തിട്ട് വരികയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ, മിടുക്കികളായ സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അവരെയും വിലകുറിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ. വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോകാതെ വീട്ടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവരിലുണ്ടാകുന്ന വിഷാദത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സോഷ്യൽ ഐസൊലേഷൻ തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം, പല വീട്ടമ്മമാർക്കും വീട് വിട്ട് വെളിയിലേക്ക് പോകാൻ സാധിക്കാറില്ല. ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്യാനോ മറ്റുള്ളവരുമായിട്ട് ഒരു സന്തോഷം പങ്കിടാനോ ഒന്നും പലപ്പോഴും വീട്ടു ജോലികൾ കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പലർക്കും ഒന്നിനും സമയം തികയാറില്ല. അപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഒറ്റപ്പെടൽ തന്നെ അവരിൽ ഒരുപാട് സമ്മർദ്ദവും, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഒരു ഡിസ്കണക്റ്റഡ് ആണെന്നുള്ള ഫീലിംഗ് മനസ്സിലുണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പലപ്പോഴും നിസ്സാരമെന്ന് തോന്നുമെങ്കിലും വീട്ടുജോലികൾ കഴിഞ്ഞ ശേഷം പല സ്ത്രീകൾക്കും വെളിയിലോട്ട് ഇറങ്ങുവാനോ ആളുകളോട് സംവദിക്കാനോ ഒന്നും സാധിക്കാറില്ല. രണ്ടാമത്തേത്, നമുക്ക് പലപ്പോഴും അവർ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. പലപ്പോഴും പലർക്കും അർഹിക്കുന്ന ഒരു അഭിനന്ദനം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. വീട്ടുജോലികളെന്ന് പറയാൻ നമുക്കറിയാം, എല്ലാ വീട്ടമ്മമാരും ഇഷ്ടത്തോടാണ് ഭൂരിപക്ഷം പേരും ചെയ്യുന്നത്. പക്ഷേ സ്ഥിരമായി ചെയ്യുന്ന ജോലികൾ അവരിലുണ്ടാക്കുന്ന മടുപ്പ് വളരെ വലുതാണ്. എന്നും പാത്രം കഴുകുക, എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുക, എന്നും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വസ്ത്രങ്ങൾ അലക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും എന്നും ഒരേ ജോലികൾ തന്നെയാണ് മിക്ക വീട്ടമ്മമാരും ചെയ്യുന്നത്. ഇത് ആവർത്തനമായി ചെയ്യുന്ന ഈ ജോലികളിൽ അവരിൽ മടപ്പും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇന്ന് എന്ത് ചെയ്യുകയായിരുന്നു, ഇന്ന് വീട്ടിൽ തന്നെ അല്ലായിരുന്നോ, നമ്മൾ ചെയ്തതൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ പലരും സംസാരിക്കാറും പരാതി പറയുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് പലപ്പോഴും പല വീട്ടമ്മമാരിലും ഒരുപാട് വിഷമവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ശരിക്കും അഭിനന്ദനം വേണ്ട ഒരു ജോലി തന്നെയാണ് ഓരോ സ്ത്രീകളും ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അവർ വില കുറഞ്ഞവരായിട്ടോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരായിട്ടുള്ള ഫീൽ ജനിപ്പിക്കുന്ന രീതിയിലാണ് പല വീടുകളിലും അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അപ്പം അത് അവരിലൊരു വിഷമവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇൻക്രീസ്ഡ് സ്ട്രെസ്സ്. പലപ്പോഴും നമ്മൾ കരുതും ഓഫീസ് ജോലികൾക്ക് മാത്രമേ സമ്മർദ്ദമുള്ളെന്ന്. പക്ഷേ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയാം, അവരിൽ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, വീട്ടിലുള്ള മറ്റ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അവരിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും വീട്ടിലുള്ളവർക്കും ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ് പിന്നെ വരുന്നത്. പലപ്പോഴും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. എങ്കിൽ പോലും വീട്ടിലിരുന്ന് ജോലിയൊന്നും ചെയ്യാതെ, അതായത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൃഹനാഥനെയോ മറ്റുള്ളവരെയോ ആശ്രയിക്കേണ്ടി വരുന്ന സ്ത്രീകളിൽ അതൊരുപാട് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെയും വിലമതിക്കാനാവാത്തതാണ്. എങ്കിൽ പോലും അതിൽ കൃത്യമായ ഒരു സാമ്പത്തികമായ ഒരു ഇത് കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ഒരു ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും, ഒന്ന് ഫോൺ റീചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ളൊരു ഭംഗിയുള്ള വസ്ത്രം വാങ്ങിക്കുന്നതിനോ ഒക്കെ പലപ്പോഴും സാമ്പത്തികമായി അവർ ഗൃഹനാഥനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ആശ്രയിക്കേണ്ടി വരുന്നത് അവരിലധികം വളരെയധികം വിഷമവും സങ്കടവും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉറക്കത്തിലുള്ള കുറവുകൾ. പല വീട്ടമ്മമാരും നമുക്കറിയാം വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നവരാണ്. ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ അവർക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാറേ ഇല്ല. ഇതവരിൽ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് അവർ വിഷാദം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ലാക്ക് ഓഫ് സെൽഫ് കെയർ. പലപ്പോഴും പല വീട്ടമ്മമാർക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾ, ഈവൻ അവരുടെ നഖങ്ങളൊന്ന് വൃത്തിയായി ട്രിം ചെയ്യാനോ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ഒരു സ്കിൻ കെയർ റുട്ടീനോ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്താനോ, അവരുടെ ഒരു കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനോ ഒന്നുമുള്ള സാവകാശമോ സമയമോ ഭൂരിപക്ഷം വരുന്നവർക്കും കിട്ടാറില്ല. പല ആളുകളും അങ്ങനെ പരാതി പറയുന്നതിനെ കേട്ടിട്ടുണ്ട്, എൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു കെയറിന് ഒന്നും സമയം കിട്ടാറില്ലെന്ന്. അപ്പം സൊസൈറ്റിയിൽ ഇറങ്ങുന്ന മറ്റാളുകളെ കാണുമ്പോൾ അവരെ ഉള്ള പോലെ തന്നെ എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ പോലെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള അസ്വസ്ഥതകളൊക്കെ പലപ്പോഴും പല സ്ത്രീകൾക്കും ഒരുപാട് സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട്.
പിന്നെ സൊസൈറ്റിയിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്നതിനേക്കാൾ സമയം വീട്ടിലുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് അവരൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ വീട്ടിലിരിക്കുകയല്ലേ, അവരുടെ വീടൊന്ന് ഭംഗിയായി വെച്ചുകൂടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലിരിക്കുകയല്ലേ, അവരുടെ കുട്ടികളെ ഭംഗിയായി നോക്കിക്കൂടെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു ലേബലിംഗ് ഒരു സ്ത്രീകൾക്ക് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഇത് വരച്ചിട്ടുണ്ട്, ഒരു വീട്ടമ്മ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എങ്ങനെയൊക്കെ പെരുമാറാവും, അങ്ങനെയൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. അപ്പം അങ്ങനത്തെ തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ അവരിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതവരിൽ ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങളും പ്രഷറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം സാധാരണ വീട്ടമ്മമാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഹോം മേക്കേഴ്സിലുള്ള ഒരു ഇതിനെ പറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെപ്പോലെ തന്നെ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ വീട്ടമ്മമാരിൽ പലരും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ട്. അവരിലും ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ നേരിടുന്ന പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്. വീട്ടുജോലികൾ എപ്പോഴും നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലം വീട് തന്നെയാകുമ്പോൾ അത് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാൻ. ഞാനിപ്പോൾ ഒരു ഹോം ബേക്കറാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരു സംരംഭം ചെയ്യുന്ന ആളാണ്. പലപ്പോഴും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന വിരുന്നുകാർ പോലും നമ്മൾ ചിലപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെന്ന് നമ്മളെ പരിഗണിക്കാറില്ല. അല്ലെങ്കിൽ അവരുടെ അപ്രതീക്ഷിതമായ വരവുകളെ നമ്മുടെ ജോലിയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തീർക്കാനുള്ള ജോലികളെ പറ്റിയുള്ള സമ്മർദ്ദം നമ്മളെ ഒരുപാട് വലയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങുകയും ആളുകളോട് സമ്മതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ഇറങ്ങി പോവുകയും ആളുകളോട് സമ്മതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വീട്ടിലിരിക്കുന്നവർക്ക് പലപ്പോഴും ലഭിക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആളുകൾ ചിന്തിക്കാറില്ല. ആളുകൾ ചിന്തിക്കുന്നവർ വീട്ടിലല്ലേ ഇരിക്കുന്നവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കിടക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. നമ്മളിപ്പം എന്തെങ്കിലും കൂടുതൽ തരത്തിലുള്ള വിഷാദം നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സമ്മർദ്ദം നേരിടുന്നത് പലപ്പോഴും പല സ്ത്രീകളും 40 കഴിഞ്ഞ സ്ത്രീകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടികളൊക്കെയും പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് വിഷമം അല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ നേരിടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ അടുത്തിടെ തന്നെ ഒരുപാട് സ്ത്രീകളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം പണ്ട് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ ഒന്നും നർച്ചർ ചെയ്യാൻ സാധിച്ചില്ല, വീട്ടിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു, അതവരുടെ സമ്മർദ്ദം ഉണ്ടാക്കുന്നതൊക്കെ പല സ്ത്രീകളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ലഭിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംവദിക്കാനും അവരോട് വെളിയിൽ പോകാനുള്ള സമയമൊക്കെ നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം. അതേപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൻ്റെയോ ഒക്കെ ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് കെയറിന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളെ ഭംഗിയായി വെക്കാനും വൃത്തിയായി വസ്ത്രം ധരിക്കാനും അതേപോലെ തന്നെ ഇവിടെ എക്സസൈസും നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഹോബീസിന് സമയം കണ്ടെത്താനൊക്കെ നിർബന്ധമായ സമയം കണ്ടെത്തണം. എല്ലാ വീട്ടമ്മമാരും പലപ്പോഴും പിന്നോക്കം നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇവയൊക്കെ. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. പ്രൊഫഷണലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളുടെ സഹായം നിർബന്ധമായും നേടണം. സെലിബ്രേറ്റ് യുവർ അക്കംപ്ലിഷ്മെൻറ്റ്സ്. നമ്മളെ ചെറിയ ചെറിയ ഹാപ്പിനെസ്സുകളില്ലേ, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മൾ തന്നെ നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സിലൊക്കെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സന്തോഷം കണ്ടെത്താനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, വിഷാദം എന്ന് പറയുന്ന കാര്യം നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതിനപ്പുറമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു സുഹൃത്തിൻ്റെയോ ഒക്കെ സഹായം നമുക്ക് നേടാം. നമ്മളെല്ലാവരും ചെയ്യുന്നത് വലിയ കാര്യമാണ്. എല്ലാ വീട്ടമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ വീടിന് വേണ്ടിയിട്ടും അവരുടെ ചുറ്റുപാടിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. എപ്പോഴും ഞാൻ മനസ്സിനകത്ത് ഹോം മേക്കിംഗ് ഒരു മിനിസ്ട്രി പോലെയാണെന്ന്. നമ്മൾ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ തുടർച്ചയായി ഇത് ചെയ്യുന്നത് നമ്മളിൽ വിരസതയും അസ്വസ്ഥതയും ഒക്കെ അതിൽ നിന്ന് വിഷാദവും ഒക്കെ നമുക്കുണ്ടാകാം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെപ്പോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിർബന്ധമായും നമ്മുടെ സ്വന്തമായിട്ടുള്ള കെയറിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ സമയം മാറ്റിവെക്കുക. മറ്റാളുകളോട് മിങ്കിൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. ഇഷ്ടമുള്ള ഹോബീസും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തുക. അതിലൂടെയൊക്കെ നമുക്ക് ഈ വിഷാദത്തെ മറികടക്കാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് കരുതട്ടെ. വീഡിയോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.